ഫാദർ സെബിൻ തുമ്മുളിൽ, ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ പറഞ്ഞ ഒരു പോയിന്റ്, അദ്ദേഹം ഇടപെട്ട കേസുകളിലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ, അത് ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തുറന്നു കാണിച്ച് നൽകുന്നുണ്ട്. നമുക്കൊരു നല്ലൊരു പ്രണയം അല്ലെങ്കിൽ ഒരു പ്യുവർ ലവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ജീവിതത്തെ പോസിറ്റീവ് തലങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രണയക്കെണികൾ ആരംഭിക്കുമ്പോൾ തന്നെ മതപരമായിട്ടുള്ള വിഷയങ്ങൾ അതിൽ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ മതവിശ്വാസത്തെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ചർച്ചയാകുന്നു. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയല്ല. അതൊരു പ്രണയമാണോ ശരിക്കും? ഈ മതവിശ്വാസം ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രണയത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥ, അത് വലിയൊരു അരക്ഷിതാവസ്ഥ തന്നെയല്ലേ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്? ഒപ്പം തന്നെ അങ്ങ് താമരശ്ശേരിയിൽ നിന്നാണ്, മലബാർ മേഖലയിൽ ഇതുപോലെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇവർ മതപരമായിട്ടുള്ള ഒരു അജണ്ട ഈ പ്രണയത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ, നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയുണ്ടായി, എങ്ങനെയാണ് ഈ മതപരമായിട്ടുള്ള ഒരു അജണ്ട ഇവർ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഫാദർ സെബിൻ തുമ്മുളി. ഇത് തീവ്രവാദപരമായിട്ടുള്ള ഒരു സംഘം ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് രൂപപ്പെടുന്ന ഒരു വിഷയമാണ് ഈ യഥാർത്ഥത്തിൽ ഈ പ്രണയച്ചതി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നതാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വിഷമമാകുന്നത് എങ്കിൽ നമുക്ക് ആ പേര് ഉപേക്ഷിക്കാം. പക്ഷേ തീവ്രവാദ സ്വഭാവത്തോടു കൂടി നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെ പെൺകുട്ടികളെ വശീകരിക്കുകയും അവരെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുകയും ചെയ്ത് എക്കാലത്തേക്കും അവരെ ട്രാപ്പിൽപ്പെടുത്തിക്കൊണ്ട് വിവാഹം കഴിച്ചോ അല്ലാതെയോ മതം മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമാകുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2001 താമരശ്ശേരി രൂപത ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടി വേദപാഠം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കിയപ്പോൾ ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഞങ്ങളുടെ അനുഭവം ഉൾച്ചേർത്തുകൊണ്ട് ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കിയിരുന്നു. വർഷത്തിൽ ചെറിയൊരു പിശക് സംഭവിച്ചിരുന്നു. 2021 കാരണം 2021 ആ കാലഘട്ടത്തിൽ അന്ന് ഞങ്ങൾ ഇവിടെ താമരശ്ശേരിയിൽ ഏകദേശം 150 മുകളിൽ ഇത്രയും കേസുകൾ ഡീൽ ചെയ്തിരുന്നു. ആ കേസുകളിലെല്ലാം സമാന സ്വഭാവം ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കിട്ടി. ഈ മോഡൂസ് ഓപ്പറാന്തി പോലീസ് സംവിധാനങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ പറയുമല്ലോ, ഒരു ക്രൈം സീരീസ് ഓഫ് ക്രൈമിൽ ഒരേ മോഡസ് ഓപ്പറാന്തി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് സാന്ദർഭികമായിട്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് അതിന് പിന്നിൽ ഒരു സംഘടിതമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ സമാനമായിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇത് സാന്ദർഭിക വശാൽ സംഭവിക്കുന്ന ഒന്നല്ല. അപ്പോൾ അതിനവർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വളരെ വളരെ ഗൗരവത്തിൽ നമ്മളിത് മനസ്സിലാക്കണം. സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രീയ മേഖലയിൽ സ്വാധീനമുള്ള ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ഒന്നും ഇവർ ടാർഗറ്റ് ചെയ്യില്ല. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നല്ല കുലീനത്വമുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള, പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലൊക്കെ കൂടുതലായിട്ടുള്ള, ഞങ്ങൾ ഒരു കാലത്ത് കണ്ടത് അതായിരുന്നു. അപ്പൊ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകില്ല, പക്ഷെ ഒരു കുലീനത്വമുള്ള ഒരു കുടുംബ പശ്ചാത്തലം അവർക്കുണ്ടാകും. മറ്റൊന്ന്, ഈ പെൺകുട്ടികൾ ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഉള്ളവരല്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധി വരെ അപ്പന്റെ ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധി വരെ അടക്കിയൊക്കെ വെച്ച് ജീവിക്കുന്ന പെൺകുട്ടികൾ. ഇത്തരം പെൺകുട്ടികളെയാണ് ഇവർ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പൊ ക്രൈസ്തവ സമുദായത്തിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ അത് ഏറ്റവും കൂടുതൽ ഈ സുറിയാനി ക്രൈസ്തവരെ ആണ് അത് ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹൈന്ദവ സമൂഹത്തിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നായർ വിഭാഗങ്ങൾ, അതൊരു പക്ഷേ അഡ്വക്കേറ്റ് ജയസൂര്യന് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അതിന്റെ ഒരു കമ്മ്യൂണിറ്റി ബേസിസ് പറഞ്ഞതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നല്ല പ്രതികരണ ശേഷിയുള്ള രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ അവരെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ശക്തമായിട്ട് പുറം ലോകത്തേക്ക് എത്തും. ഇതങ്ങനെ എത്താത്ത ഒരു സ്ഥിതിയിലുള്ള കുടുംബങ്ങളെയാണ് ഇവർ ട്രേസ് ചെയ്യുക. അപ്പോൾ ഇവര് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിയുമ്പോൾ
ഇവരിതിനെ ഒളിച്ചാണ് ശ്രമിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇതിനകത്ത് പ്രണയത്തിന്റെ എലമെന്റ് എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ഒരു നിമിഷ സജി മരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവരും ഇസ്ലാമിലേക്ക് മതം മാറുന്നു. ഫിദ ഫാത്തിമ എന്ന പേരിൽ മതം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ ഒരിക്കൽ ഒരു 3-4 മാസം മുമ്പ് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഞങ്ങളെ സമീപിച്ചിരുന്നു. ഈ പെൺകുട്ടിയെ ഈ ചതി വലയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു മതപഠന കോഴ്സിന് വേണ്ടി ഈ പെൺകുട്ടി കോഴിക്കോട് ഒരു മതപഠന ശാലയിൽ എത്തിയതായിട്ട് ഈ മാതാപിതാക്കൾക്ക് വിവരം ലഭിക്കുകയാണ്. പക്ഷെ ഈ പെൺകുട്ടി യാതൊരു വിധത്തിലും ഇവൾ എവിടെയാണെന്ന് അവരോട് റിവീൽ ചെയ്യുന്നില്ല. ഈ പെൺകുട്ടി മറ്റൊരു കാര്യവും അവരോട് പറയാത്ത സാഹചര്യം ഉണ്ടായി. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോൾ അത് ഈ സമസ്തയുടേതൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു മതപഠന കേന്ദ്രത്തിലാണ് ഈ പെൺകുട്ടി ഉള്ളത്. ആ പെൺകുട്ടി അവിടെ 1 മാസത്തെ കോഴ്സ് ചെയ്തു. കൂടുതൽ ആ പെൺകുട്ടിയോട് പിന്നെ ഈ മാതാപിതാക്കൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായത്, അവിടെ ആ പെൺകുട്ടി മാത്രമല്ല, ഈ കോട്ടയം, പാല ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെയായി ഒരു 10-15ഓളം ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതുപോലെ തന്നെ മതപരിവർത്തനത്തിന് വേണ്ടി അവിടെ വന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്തെങ്കിലും വ്യക്തമാക്കിയിരുന്നോ? കോഴ്സ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവര് നിയമപരമായിട്ട് മതം മാറാൻ ഇവർക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് സംഭവിക്കുക. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു 18 ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമം, 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, വിശ്വാസം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ട്രാപ്പിലായതിന്റെ പശ്ചാത്തലത്തിലാണോ ഇവര് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഇവിടെ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല. അതാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശ്നം. ഇപ്പോൾ സഭയെ സംബന്ധിച്ച്, ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പാരലൽ പോലീസ് സംവിധാനമൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ സമൂഹം, ഞങ്ങളുടെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയുമായിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ, ഞങ്ങളുടെ ഒരു ഇന്റേണൽ സർക്കിളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ കണ്ടെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ 100% സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇനി ഇത്തരം ചതിപ്രയോഗങ്ങൾ മറ്റ് കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ബോധവൽക്കരണങ്ങൾ നടത്തുന്നത്. പക്ഷെ 2021 ഞങ്ങൾ ഈ ബോധവൽക്കരണത്തിനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ ഞങ്ങൾ ഏതോ വലിയ മാരക പാപം ചെയ്ത തരത്തിലാണ്, മഹാപാതകം ചെയ്ത തരത്തിൽ ഞങ്ങളെ വർഗീയരായിട്ട് ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് വെക്കണം. അതായത് നമ്മളുടെ രാഷ്ട്രീയ സംവിധാനം ഒരു ലെഫ്റ്റിസ്റ്റ് ആശയത്തിലേക്ക് ശക്തമായിട്ട് പോയിരിക്കുകയാണ്. ലിബറലിസം ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഒരുതരം സ്യൂഡോ സെക്യുലറിസം ശക്തമായിരിക്കുകയാണ്. അപ്പോൾ ഈ ലിബറലിസവും സ്യൂഡോ സെക്യുലറിസവും രാഷ്ട്രീയത്തെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നത് കൊണ്ട് മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, അതാണ് പുരോഗമനം എന്നുള്ള ഒരു ലൈനിലാണ് ആളുകളെല്ലാം ചിന്തിക്കുക. അതിപ്പോ വലതുപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തീവ്ര വലതുപക്ഷം എന്ന് പറയാൻ സാധിക്കുന്ന BJP അവർക്ക് ഒരു മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നതുകൊണ്ട് അവരതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെയുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൽ പ്രവർത്തിക്കുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഇവരെല്ലാം ഒരു തരം സ്യൂഡോ സെക്യുലറിസ്റ്റ് ലിബറൽ ആശയം വെച്ച് പുലർത്തുകയും ലെഫ്റ്റിസ്റ്റ് ആശയം വെച്ച് പുലർത്തുകയും ചെയ്യുന്നതുകൊണ്ട് അവർ ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഞാനൊരു സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വർഷക്കാലമായി എന്നാണ് തോന്നുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ, അദ്ദേഹം അവരുടെ പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവായിരുന്നു. ആ നേതാവിന്റെ മകൾ ഇതുപോലെ ഒരു പ്രണയ ചതിയിൽ വീണുപോയി എന്ന കാര്യം ഇദ്ദേഹം പുറം ലോകത്തെ അറിയിച്ചതിന്റെ പേരിൽ അവസാനം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അംഗത്വം പോലും, സ്ഥാനങ്ങൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാനിതിവിടെ ഈ സംസാരിക്കുന്നത്, നമ്മളിവിടെ ഇത് എത്ര ചർച്ച ചെയ്തു കഴിഞ്ഞാലും ഇവിടെയുള്ള ഈ ലിബറൽ ലെഫ്റ്റിസ്റ്റ്
സ്യൂഡോ സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ഒരിക്കലും മനസ്സിലാകുകയില്ല. അവര് ഇതിനെ തിയറട്ടിക്കൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ അവര് ഇതിന് എന്ത് തെളിവുണ്ടെന്ന് ചോദിക്കും. ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഇവരുടെയൊക്കെ ചുറ്റുപാടുണ്ട്. പക്ഷെ അവരെല്ലാം നമുക്ക് പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് ഈ മാധ്യമങ്ങൾക്ക് മുൻപിലിട്ട് വലിച്ചു കീറാൻ പറ്റിയല്ല. പക്ഷെ എനിക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്യപ്പെട്ട് നിർബന്ധിതമായിട്ട് മതപരിവർത്തനത്തിലേക്ക് വീണു പോകുന്ന മക്കളായിട്ട് കാണാതിരിക്കണമെങ്കിൽ അവരെ നിങ്ങൾ സുരക്ഷിത വലയങ്ങളിൽ എത്തിച്ചുകൊള്ളുക. നിങ്ങൾ അവരെ ഉപരിപഠനത്തിന് പഠിക്കാനായിട്ട് വിടുമ്പോൾ അവർ പഠിക്കുന്ന കോളേജുകൾ ഏതാണ്, അവരെവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, അവർ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, അവരുടെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ അവരുപയോഗിക്കുന്നതിന്റെ രീതികൾ എന്തെല്ലാമാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവര് ഈ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജുകളാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടികളെ മെസ്സേജുകൾ അയച്ച് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പ്രശംസിച്ച് അവരുടെ ഒരു ഫോട്ടോയെ കുറിച്ചൊക്കെ വളരെ വളരെ ഡീസന്റ് ആയിട്ടുള്ള കോൺവെർസേഷനിലൂടെ ആരംഭിച്ച് പതിയെ പതിയെ ഈ പെൺകുട്ടികളുടെ മനസ്സുകൾ കീഴടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ പറയുന്നതല്ല. ഇത് ഞാൻ വളരെ വ്യക്തിപരമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഇന്ന് 2 പെൺകുട്ടികളുടെ കേസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി കണ്ണൂരിൽ നിന്നാണ്, ഒരു പെൺകുട്ടി കോഴിക്കോട് നിന്നാണ്. 2 പേരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. അവരുടെ മാതാപിതാക്കളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇത് വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ വിവാഹം കഴിക്കാതെ ഒരു കുടുംബമില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു. അപ്പോ ഞങ്ങൾക്കിത് വേറെ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കാം. പക്ഷേ ഞങ്ങൾ ഈ സമുദായത്തിന്റെ നേതാക്കളായിട്ട്, ആത്മീയ പിതാക്കന്മാരായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് കണ്ടു നിൽക്കാനാകില്ലാത്തത് കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. പലരെയും ഞങ്ങള് തിരിച്ച് രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയാത്ത ഒത്തിരിയേറെ പെൺകുട്ടികളുണ്ട്. അവര് ഇന്ന് വലിയ ദുരിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇനിയും പറയാം. ഒരു ഉദാഹരണം കൂടെ പറയാം. 6 മാസക്കാലം ഒരു പെൺകുട്ടി ഇതുപോലെ ചതി വലയത്തിൽ പെടുന്നു എന്നറിഞ്ഞ് ആ പെൺകുട്ടിക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ നൽകി വീണ്ടും അവളെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചുവിട്ട് അവള് വീണ്ടും പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് അവള് ഈ മാതാപിതാക്കളോ ഞങ്ങൾ ആരും അറിയാതെ ബാംഗ്ലൂർ പോയ ആ പെൺകുട്ടി പഴയ ചെറുപ്പക്കാരന്റെ കൂടെ പോയി. ഇവനാണെങ്കിൽ ഭൂലോക തെമ്മാടി എന്ന് പറയാവുന്ന ഒരുത്തൻ, ഡ്രഗിന്റെ ഡീലറായിട്ട് നടക്കുന്നയാള്, പല കേസുകളിലും പ്രതിയായിട്ടുള്ളയാള്. അവസാനം ഈ പെൺകുട്ടിക്ക് ഇവനിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാരുടെ തനി നിറം പുറത്തു വരുന്നത്. ഇനി മതം മാറിയെങ്കിലേ തരമുള്ളൂ, ഉണ്ടായ കുട്ടിയെ സുന്നത്ത് ചെയ്യിക്കണമെന്ന് പറയുന്നു. ഇത് ഞാൻ വെറുതെ പറയല്ല. ഇത്ര ധൈര്യത്തോടു കൂടി ഞാനിത് പറയുന്നത് എനിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ പെൺകുട്ടിയുടെയും അവരുടെ കുടുംബത്തിന്റെയും സാക്ഷ്യം എനിക്കുള്ളത് കൊണ്ടാണ്. എന്നിട്ട് അവസാനം ആ പെൺകുട്ടി പോലീസിന്റെ സഹായത്തോടു കൂടി അവര് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇപ്പോൾ ഒളിച്ചു താമസിക്കുകയാണ് ഒരു സ്ഥലത്ത്, ജീവനെ പേടിച്ചുകൊണ്ട്. കുഞ്ഞിനോ ആ പെൺകുട്ടിക്കോ അപായം സംഭവിക്കാം എന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് അവർ ഒളിച്ചു താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അജണ്ടകളിലൂടെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഇതിനെയൊക്കെ വളച്ചൊടിക്കാൻ താല്പര്യമുണ്ടാകും. പക്ഷേ ലിവിങ് റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം.